ഈ പെണ്ണ് അവളുടെ ഫ്രണ്ടിന് കോൾ ചെയ്ത് എന്റെ അമ്മായിമ്മയുടെ ശല്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ആ തള്ളേനെ എനിക്ക് കുത്തി കൊന്നു കളയാൻ തോന്നുവാണെന്ന് പറയുന്നു. ഈ പെണ്ണ് സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ ഇവളുടെ അമ്മായിമ്മ കേൾക്കുന്നു. എന്നിട്ട് ആരോടാണ് നീ ഇത്രയും സമയം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുന്നു. അതിന് അവള് എന്റെ ഫ്രണ്ടിനോടായിരുന്നെന്ന് പറയുന്നു. നിനക്ക് എത്ര ഫ്രണ്ടാ, ഏത് സമയവും നീ ഫോണിലാണല്ലോ എന്നും പറഞ്ഞ് വഴക്ക് കൂടുന്നു. അങ്ങനെ ഈ പെണ്ണിനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് വഴക്ക് കൂടിക്കൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ പെണ്ണ് വഴക്കും കേട്ടോണ്ട് കിച്ചണിൽ കയറി ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരം ഗ്യാസ് ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഒരു അന്നേരം ഈ അമ്മ, ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല, ഏത് സമയം കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കാരണവും പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വന്നേക്കുന്നും പറഞ്ഞു വഴകൂടുന്നു. അന്നേരം ഈ പെണ്ണ്, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 3 മാസമായല്ലോ, ഇതുവരെയും ഗ്യാസ് ലീക്ക് ചെക്ക് ചെയ്യാൻ ഇവിടെ ആരും വന്നില്ലല്ലോ, അതുകൊണ്ട് അവർ വന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുന്നു. അന്നേരം അവൻ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞേരം, ഞാൻ പൊക്കോളാം എന്ന് പറയുന്നു. അതിന് അമ്മ, അവള് പറഞ്ഞല്ലോ പിന്നെ എന്താ, നീ കയറിപ്പോയി ചെക്ക് ചെയ്യ് എന്ന് പറയുന്നു. ആ ചെക്ക് ചെയ്തോണ്ടിരുന്നവൻ പെട്ടെന്ന് സിസർ വേണമെന്ന് പറയുന്നു. അന്നേരം അവള് സിസർ എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് അവൻ ഗ്യാസിന്റെ ബുക്ക് എടുത്തോണ്ട് വരാൻ പറയുന്നു. അന്നേരം ആ ഗ്യാസിന്റെ ബുക്ക് എടുക്കാൻ വേണ്ടിട്ട് ഇവൾ അകത്തോട്ട് പോകുന്നു. ഇവൾ പുറത്തു വന്നപ്പോഴത്തേനും അമ്മായിമ്മയുടെ കഴുത്തേൽ ഒരു കത്തിയും വെച്ച് അവൻ നിൽക്കുന്നത് കണ്ട് ഇവൾ പേടിച്ചു വിറച്ചു നിൽക്കുന്നു. അന്നേരം കഴുത്തേലും കാതയിലും ഉള്ളതൊക്കെ ഊരിത്ത, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ തള്ളേനെ കൊല്ലുമെന്ന് പറയുന്നു. അന്നേരം പെട്ടെന്ന് അമ്മായിമ്മ ബോധം കെട്ടി വീഴുന്നു. ബാലൻസ് ഇല്ലാതെ ഇവനും തെന്നി താഴോട്ട് വീഴുന്നു. എന്നിട്ട് അവൻ എണീറ്റിട്ട് ആ പെണ്ണിനെ കത്തി കാണിച്ചിട്ട് എല്ലാ സ്വർണങ്ങളും എടുത്തു തരാൻ പറയുന്നു. അവിടെ ഇരുന്ന സ്വർണങ്ങളൊക്കെ എടുത്ത് അവൾ കൊടുക്കുന്നു. എന്നിട്ട് അമ്മായിമ്മയുടെ കഴുത്തേലും കാതയിലും ഉള്ളതും ഒക്കെ പറിച്ച് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവൻ കബോർഡിലുള്ള സ്വർണങ്ങളും ഒക്കെ എടുത്തു തരാൻ പറയുന്നു. ഇവളും പേടിച്ചിട്ട് സ്വർണങ്ങളൊക്കെ എടുത്ത് കയ്യിൽ കൊടുക്കുന്നു. അവൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ആ പെണ്ണ് അവനോട്, പ്ലീസ് എനിക്കൊരു ഹെൽപ്പ് ചെയ്തിട്ട് പോകാമോ എന്ന് ചോദിക്കുന്നു. എന്താന്ന് ചോദിക്കുന്നു. ഇവിടെ ഒത്തിരി സ്വർണങ്ങൾ ഇനിയും ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അതൊക്കെ എടുത്തു തരാം, എന്നാൽ അതിന് പകരം നിങ്ങൾ എന്റെ അമ്മായിമ്മേനെ എനിക്ക് വേണ്ടിയിട്ട് കൊന്നു കളയണം, എന്നെ കൊണ്ട് അതിന് ശല്യം സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേണ്ടിയിട്ട് പ്ലീസ് ഇതൊന്ന് ചെയ്യുന്നു പറയുന്നു. അന്നേരം അവൻ, ശരി നീ ആദ്യം ആ സ്വർണങ്ങളൊക്കെ എടുത്തതാ, ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. അവൾ ആ സ്വർണങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേളിലേക്ക് കയറിയപ്പോ ഏതാണ്ട് ഒരു സൗണ്ട് കേട്ട് ഇവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അമ്മായിമ്മ എണീറ്റ് ആ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനം കൊണ്ട് അവന്റെ തലക്കിട്ടടിച്ച് അവനെ വീഴ്ത്തുന്നു. അന്നേരം വേറെ മാർഗമില്ലാതെ ഇവളും കൂടി ചേർന്ന് അവനെ അടിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി അവനെ കെട്ടിയിട്ടിട്ട് പോലീസിന് കോൾ ചെയ്യുന്നു. ഇവള് കൊല്ലാൻ പോലും മടിക്കൂല്ലാത്തവളാണല്ലോ എന്ന് മനസ്സിലാക്കി അമ്മായിമ്മ പേടിച്ചു പോയി സോഫയിൽ ഇരിക്കുന്നു. അന്നേരം അമ്മായിമ്മയുടെ അടുത്ത് ഇവളും വന്നിരിക്കുന്നു. അന്നേരം ഒളിച്ചു വെച്ചിരുന്ന റിമോട്ട് എടുത്ത് പയ്യെ അവളുടെ അടുത്തേക്ക് കൊടുക്കുന്നു.